രാജ്യത്തെ IT നഗരമായ ബാംഗ്ലൂരിലെ ജനങ്ങൾക്ക് ഗതാഗതക്കുരുക്കിൽ നിന്നും ശാപമോക്ഷം നൽകുന്നതിനായി കർണാടക സർക്കാർ തുരങ്കപാത നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. വലിയ തുക മുടക്കി നിർമ്മിക്കുന്ന ഈ തുരങ്കപാത വഴി ബാംഗ്ലൂരിലെ തിരക്ക് ഒരുവിധം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. റോഡ് വീതി കൂട്ടാനായി ഒരു കെട്ടിടം പൊളിക്കുമ്പോൾ വലിയ നഷ്ടപരിഹാര തുക നൽകേണ്ടി വരും. എന്നാൽ ഒരു തുരങ്കപാത നിർമ്മിച്ചാൽ ഒരേ സമയം ഒരുപാട് വാഹനങ്ങൾക്ക് വലിയ തിരക്കില്ലാതെ സുഗമമായി പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് റോഡിന് വീതി കൂട്ടുന്നതിന് പകരം തുരങ്കപാത നിർമ്മിക്കുന്നതിനായി തീരുമാനമായത്. അതേസമയം തുരങ്കപാതയ്ക്കായി ഒരു ഭാഗത്തു നിന്നും പൂർണ്ണ സപ്പോർട്ട് ഉള്ളപ്പോൾ മറ്റൊരു ഭാഗത്തു നിന്നും ചെറിയ രീതിയിൽ എതിർപ്പുകൾ വരുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടെങ്കിലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന ദൃഢനിശ്ചയത്തിലാണ് സർക്കാർ. ഈ പദ്ധതി ബാംഗ്ലൂരിൽ നടപ്പിലായില്ല എങ്കിൽ ഗതാഗത കുരുക്ക് മൂലം ജനങ്ങൾ വല്ലാതെ കഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെയാണ് എല്ലാ എതിർപ്പുകളും അവഗണിച്ച് തുരങ്കപാത പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഹെബ്ബാളിൽ നിന്ന് സിൽക്ക് ബോർഡ് വരെയുള്ള 16.6 കിലോമീറ്ററാണ് തുരങ്കപാത നിർമ്മിക്കുന്നത്. ഇതിനായുള്ള ടെൻഡർ സർക്കാർ ക്ഷണിച്ചു കഴിഞ്ഞു. ഏകദേശം 17,780 കോടി രൂപയോളം ചിലവിലാണ് ഈ പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയാക്കുക. 2026 ഫെബ്രുവരിയോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്ന തുരങ്കപാതയുടെ ചിലവിന് അനുസരിച്ച് ടോളും ഉയരുമെന്നുള്ളതാണ് തുരങ്കപാതയ്ക്കെതിരെ ഉയരുന്ന പ്രധാന എതിർപ്പ്. കൂടാതെ ബംഗളൂരു മെട്രോയുടെ നിരക്കും താങ്ങാനാവുന്നില്ല എന്നും എതിർപക്ഷം ഉന്നയിക്കുന്നു. എന്നാൽ ജനങ്ങൾക്ക് താങ്ങാവുന്ന രീതിയിലുള്ള നിരക്ക് മാത്രമേ ടോളായി നിശ്ചയിക്കുകയുള്ളൂ. 2030-31 സാമ്പത്തിക വർഷമാണ് ടോൾ വരുമാനത്തിന്റെ അടിസ്ഥാന വർഷമായി കണക്കാക്കിയിരിക്കുന്നത്. കൂടാതെ ഈ പദ്ധതി മൂലം പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുമെന്ന് BJP MP തേജസ്വി സൂര്യ ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിൽ തുരങ്കപാതയ്ക്കെതിരെ സംസാരിക്കുന്നവർക്ക് കടുത്ത മറുപടിയാണ് മന്ത്രി DK ശിവകുമാർ നൽകുന്നത്. ഈ പദ്ധതി വഴി പരിസ്ഥിതിക്ക് യാതൊരു തരത്തിലും ദോഷകരമായി ഒന്നും സംഭവിക്കില്ല എന്നും അനാവശ്യമായ ആരോപണങ്ങളാണ് BJP MP തേജസ്വി സൂര്യ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബാംഗ്ലൂരിലെ ഗതാഗത കുരുക്കഴിക്കാൻ BJPക്കോ തേജസ്വി സൂര്യയ്ക്കോ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു. അതുകൊണ്ട് തന്നെ ആരൊക്കെ എതിർക്കാൻ ശ്രമിച്ചാലും ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കോൺഗ്രസിന്റെ നല്ല പ്രവർത്തനങ്ങൾ തടയാനാണ് എപ്പോഴും BJP ശ്രമിക്കുന്നത്. അതിനു വഴങ്ങാൻ കോൺഗ്രസ് ഒരിക്കലും നിന്നുകൊടുക്കില്ല.